തകർക്കാൻ നമുക്ക് കഴിയത്തില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രത്യാശയെക്കുറിച്ച്. എത്ര പേർക്ക് പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്വാഗതം. ശാന്തമായിട്ട് 50 നിമിഷങ്ങൾ നിന്ന് ദൈവജനത്തിൽ സംസാരിക്കാനാണ് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എല്ലാവരുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്വാഗതം. എന്താണ് ദൈവമക്കളുടെ പ്രത്യാശ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വൃക്ഷമായ അതിനൊരു പ്രത്യാശ. ഒരു വൃക്ഷത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ വൃക്ഷം വളരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ഇത് നിൽക്കുന്നത് വെള്ളത്തിനരികെയാണ്. ഈ വേര് വെള്ളത്തിനടി ഇറങ്ങി ചെല്ലുന്തോറും ഇതിന്റെ വളർച്ച വലുതായിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം ആ വൃക്ഷത്തെ വെട്ടി താഴെയിട്ടാൽ ഇതിന്റെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെടും. കാരണം വേരൊരിക്കലും പറയാത്തിടത്തോളം കാലം അത് വളർന്നുകൊണ്ടിരിക്കും. ദൈവജനമേ, നമ്മൾ പ്രത്യാശയില്ലാത്തവരല്ല, നമ്മൾ പ്രത്യാശയുള്ളവരാണ്. ആര്? നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവർ. ഈ ലോകത്തിൽ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്രിസ്തീയ ദൈവദാസനെ ഒരു സ്ഥലത്ത് നിങ്ങൾ നശിപ്പിച്ചാൽ അതിനകത്ത് 9 ആ ദൈവദാസന്മാർ എന്റെ ദൈവം ഉയർപ്പിക്കുവാനിടയായി. ഒരിടത്ത് നശിപ്പിക്കപ്പെട്ടാൽ 9 അത് വളർന്നു വലുതാകുവാനിടയായി. അപ്പോൾ ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു ദൈവവൈതലിനെ തകർക്കാൻ ഒരു പിശാചിനും അധികാരമില്ല. അവരിൽ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കണം എന്ന് ദൈവവചനത്തിൽ വായിക്കും. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കും. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. അവൻ ഈ പ്രത്യാശയുള്ളവരെല്ലാം നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും. നമ്മുടെ ദൈവം നിർമ്മലനാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനവും നിർമ്മലന്മാരാകണം എന്ന് ദൈവവചനം പഠിപ്പിക്കും. നിർമ്മലന്മാരായി ജീവിക്കുന്നവരോട് മാത്രമേ എന്റെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയൂ. അങ്ങനെ പഴയ നിയമ പുസ്തകവും പുതിയ നിയമ പുസ്തകവും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വിശുദ്ധിയോടെ വേർപാടോടെ നിർമ്മലന്മാരായി ജീവിച്ച അനേക അഭിഷക്തന്മാരോട് എന്റെ ദൈവത്തിന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു, ഇസഹാക്കിനോട് ദൈവം സംസാരിച്ചു, യാക്കോബിനോട് യോസേഫിനോട് എന്റെ ദൈവം സംസാരിച്ചു. അതുമാത്രമല്ല ദാവീദിനോട് ദൈവം സംസാരിച്ചു. അങ്ങനെ ഒത്തിരി അഭിഷക്തന്മാരെ പഴയ നിയമ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അവരോടൊക്കെ എന്റെ ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കഴിഞ്ഞ രാത്രികളിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചോ? എത്ര പേരോട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് സംസാരിച്ചു? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ നിർമ്മലന്മാരായി ജീവിക്കുന്നവരോട് എന്റെ ദൈവത്തിന് ശക്തമായി സംസാരിക്കാൻ കഴിയും. എന്താണ് ദൈവമക്കളെ പ്രത്യാശ? ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ചരിത്ര പുസ്തകത്തിൽ ഇങ്ങനെ പ്രത്യാശയെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കും, വരുവാനുള്ള വ്യക്തിയെയോ നടക്കുവാനുള്ള ഒരു സംഭവത്തെ അത്യാകാംക്ഷയോടുകൂടെ നോക്കി പാർക്കുന്നതാണ് പ്രത്യാശ. ഒന്നുകൂടെ ഞാൻ പറയുന്നു, വരുവാനുള്ള ഒരു വ്യക്തിയെയോ നടക്കുവാനുള്ള ഒരു സംഭവത്തെയോ അത്യാകാംക്ഷയോടുകൂടെ നോക്കി പാർക്കുന്നതാണ് പ്രത്യാശ. ആരാണ് വരുവാനുള്ള വ്യക്തി? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്താണ് നടക്കുവാനുള്ള സംഭവം? യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ മടങ്ങി വരവാണ്. അതിനുവേണ്ടിയാണ് ദൈവമക്കളെ നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മുടെ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, നമ്മുടെ ഈ ലോകത്തിലെ പ്രതിസന്ധികൾ, നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അതൊരു ദിവസം തീരും. നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ പറന്നു പോകുമെന്ന പ്രത്യാശയുള്ള ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾക്ക് സഹിക്കാൻ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും
പ്രത്യാശയാണ്. എന്താണ്? ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിക്കാൻ, വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത് പ്രത്യാശയാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം ഇതിന്റെ 3-ാം വാക്യം. ഒരു നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. അല്ലേ? നീതിമാനായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതന് അവന് മരണത്തിലും പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? ഈ ഭൂമി കൊണ്ട് ഞാൻ ഒരിക്കലും തീരത്തില്ല, മറിച്ച് അപ്പുറത്തൊരു രാജ്യമുണ്ട്. അപ്പുറത്തൊരു രാജ്യമുണ്ട്. എന്റെ ദൈവത്തോടു കൂടെ അനേക വർഷങ്ങൾ വാഴാം എന്നുള്ളൊരു പ്രത്യാശ ഒരു നീതിമാനുണ്ട്. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. റോമാലേഖനം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് ചില സ്വഭാവ ശ്രേഷ്ഠതകളുണ്ട്. ആ 3 ഭേദഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒരാൾക്ക് ശബ്ദം പറഞ്ഞ് വായിക്കും. റോമാലേഖനം 15-ാം അധ്യായം 6-ാം വാക്യം. മതി. 1 സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം. 2 33-ാം വാക്യം. റോമാലേഖനം 15 നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. 3 അതിന്റെ 13-ാം വാക്യം. 3 നമ്മുടെ ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണ്. 1 സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം, 2 സമാധാനത്തിന്റെ ദൈവം, 3 പ്രത്യാശ